ഓരോ വീഡിയോയിലും ഈ പ്രോട്ടീൻ ഇങ്ങനെ അളന്ന് മുറിച്ച് പറയുന്നതെന്ന്. സോ അത് പറയാൻ കാരണം നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബോഡിയുടെയും അവരുടെ നീഡ്സിനും അനുസരിച്ച് നമ്മൾ ഇത്ര ഗ്രാം പ്രോട്ടീൻ എടുക്കണം എന്നാണ് നമുക്കൊരു കണക്കുള്ള റെക്കമെൻഡേഷൻസ് ഉള്ളത്. അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം ഒരാളുടെ ഒപ്റ്റിമൽ വെയിറ്റ് എത്രയാണ് വേണ്ടത്, ആ വെയിറ്റിൻ്റെ ഇൻറ്റു, അതായത് ഇപ്പം എനിക്കൊരു 52 കിലോഗ്രാം ആണ് വെയിറ്റ് എങ്കിൽ ആ വെയിറ്റ് ഇൻറ്റു നമ്മൾ ഒരു 1 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഡെയിലി കഴിക്കണം. സോ ഒരു വർക്കും ചെയ്യാതെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വെയിറ്റ് ഇൻറ്റു 0.8 ഗ്രാം നമുക്ക് കഴിക്കാവുന്നതാണ്. അതല്ല ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 to 1.2 ഗ്രാം നമുക്ക് പെർ kg ബോഡി വെയിറ്റിന് നമുക്ക് പ്രോട്ടീൻ എടുക്കാവുന്നതാണ്. അതുമല്ല ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നവരും വളരെയധികം വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ 1.2 to 2 ഗ്രാം വരെ നമുക്ക് പെർ kg ബോഡി. കിഡ്നി ഡിസീസ് ഉള്ളവരൊക്കെയാണ് ഡോക്ടറുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മാത്രം നമ്മൾ പ്രോട്ടീൻ എടുക്കാവുള്ളൂ. കാരണം അവരുടെ ബോഡിക്ക് അത്രയും നമുക്ക് പ്രോട്ടീൻ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. സോ അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡാണ്. സോ ഞാനിവിടെ എൻ്റെ ഒരു ഹെൽത്ത് നീഡ്സിനനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനീ പറഞ്ഞ ഈ ഒരു ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 52 ഗ്രാം പ്രോട്ടീനാണ് പെർ ഡേ വേണ്ടതെങ്കിൽ ഞാൻ ആ ഒരു 52 ഒറ്റയടിക്ക് എടുക്കാനല്ല, നമ്മൾ എൻ്റയർ ഡേയിൽ നമ്മളിപ്പോൾ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ എടുക്കുന്ന പോലെ 18 എടുക്കുക, നെക്സ്റ്റ് ഉച്ചയ്ക്ക് അതിൻ്റെ റിമൈനിങ് എടുക്കുക. സോ ആ ഒരു രീതിയിൽ നമുക്ക് പ്രോട്ടീൻ എടുക്കാവുന്നതാണ്. സോ നമ്മൾ ഫാൻസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ മീൽസ് കഴിക്കുന്നതിലല്ല, നമ്മൾ ദിവസവും ഉണ്ടാക്കുന്ന മീൽസും കറികളും ഒക്കെ തന്നെ നമ്മൾ കുറച്ചും കൂടി അത് ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബോധവാന്മാരായിട്ട് ഈ ബാലൻസ്ഡ് രീതി കഴിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും.